ഹലോ ഡിയേഴ്സ്, ഇന്നെന്തോ വ്ളോഗാ? അതെ, ഇന്ന് നമ്മുടെ മൺഡേ അല്ല, സൺഡേ വ്ളോഗ്. എണ്ണിക്കുന്നേ ഉള്ളൂ. ടൈം 9:28. അപ്പോൾ ഇന്നും നമുക്കൊരു സൺഡേ വ്ളോഗാണ്. അപ്പോൾ എണീക്കാം, പോവാം, പല്ല് കേൾക്കാൻ പോവാം. അപ്പോൾ ഞങ്ങൾ എണീക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ അതുപോലെ നേരെ പോയത് ഫ്രണ്ടിലെ കതവ് തുറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് അങ്ങനെ ഒരു ശീലമായിപ്പോയി കേട്ടോ എനിക്ക്. ഇങ്ങനെ എണീറ്റ് വരുന്ന പാടെ തന്നെ ഫ്രണ്ടിലെ കതവ് തുറന്നിടണം. തുറന്ന് കുറച്ച് സമയം ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റുപാടുമൊക്കെ ഒരു നോക്കും. എന്നിട്ട് വെയിലായതുകൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ. കാര്യം ഭയങ്കര വെയിലാണ് കേട്ടോ. നേരെ അപ്പുറത്തെ വീട്ടിലെ ഫ്രണ്ടിൽ ഒരു മാവ് നിൽപ്പുണ്ടായിരുന്നേ. ആ ഒരു മാവ് നിന്ന സമയത്ത് നമുക്കിവിടെ സിറ്റൗട്ടിലും ആ ഒരു ഫ്രണ്ടിലൊന്നും വെയിലേ അടിക്കത്തേ ഇല്ലായിരുന്നു. ആ ഒരു മാവ് മുറിച്ചതിന് ശേഷം ഭയങ്കര ചൂടാണ്. ഇപ്പോഴത്തെ വെയിലും നേരെ നമ്മളെ ആ സിറ്റൗട്ടിലും അങ്ങ് അടിച്ച് കയറും. അത്രയ്ക്ക് വെയിലാട്ടോ. പിന്നെ പല്ലൊക്കെ തേച്ചിട്ട് പിന്നെ നേരെ പോയി നമ്മുടെ അടുക്കളയൊക്കെ തുറന്നു. പിന്നെ ഇന്നലെ നനച്ചിട്ട തുണിയൊക്കെ എല്ലാം ഉണങ്ങി കിടക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അടുപ്പിരിക്കുന്നത് ഇന്നലത്തെ വ്ളോഗിനകത്ത് അടുപ്പൊക്കെ ഞാൻ കാണിച്ചായിരുന്നു, കൊണ്ടുവച്ച്. അപ്പോൾ ഇനി ഈ അടുപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ വെക്കണം. ഇന്നലത്തെ തുണി നനയ്ക്കുന്ന ഒരു വ്ളോഗിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടുപ്പ്. അപ്പോൾ അതേ ചായയും കൂടി ഇട്ട് കുടിച്ചിട്ട് വേണം ബാക്കി പരിപാടി. നമ്മുടെ അടുത്ത അമ്പലത്തിൽ ഉത്സവം തുടങ്ങി. അതാ പാട്ട് കേൾക്കുന്ന കേട്ടോ. ഇന്നലെ തുടങ്ങി, തൊഴാൻ പോയില്ല. ഇന്ന് വൈകിട്ട് പോകണം. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. ഗ്ലാസ്സിൽ ചായ കുടിച്ച തൃപ്തിയല്ലാത്ത ആളുകളുണ്ടോ? എനിക്ക് അതായത് നമ്മുടെ ചായയുടെ കപ്പ് ഉണ്ടല്ലോ, മറ്റേ പൊട്ടുന്ന കപ്പ്, ആ കപ്പ് അതിനകത്തൊന്നും എനിക്ക് ചായ കുടിക്കാൻ പറ്റത്തില്ല. ഇതുപോലത്തെ സ്റ്റീൽ പാത്രങ്ങളിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ്, പിന്നെ കുപ്പി ഗ്ലാസ്, നമ്മൾ പുറത്ത് പോയി ചായ കുടിക്കുമല്ലോ, തട്ടുകട ചായയൊക്കെ ഉണ്ടല്ലോ, ആ ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ് ആ ഗ്ലാസ് അല്ലെങ്കിൽ പിന്നെ ഇതുപോലത്തെ സ്റ്റീൽ പാത്രങ്ങളിൽ എനിക്ക് ചായ കുടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഭയങ്കര ചൂടെടുത്ത് വിയർക്കുന്നത് നോക്ക്, ഭയങ്കരമായിട്ട് വിയർക്കുക. ഇവിടെ നിൽക്കാൻ വയ്യ, അത്രയ്ക്ക് ചൂടാ. നീ എന്ന് സ്കൂൾ അടയ്ക്കുന്ന എന്നാന്ന് പറ? 27 സ്കൂൾ അടയ്ക്കും. പിന്നെ എന്തോ പരിപാടി? ലക്ഷ്മി പാർക്കില് ലക്ഷ്മി പാർക്കിൽ വിഴിഞ്ഞത്തോ? സ്കൂളിലെ ട്രിപ്പ് പോകാനേ വിട്ടില്ല. ഇനിയിപ്പോൾ ട്യൂഷൻ്റെ ട്രിപ്പ് പോകുന്നവര് ഇവര് പ്ലാൻ ചെയ്തതാണ്. ഇവരുടെ ടീച്ചർ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം. സത്യം പറ. സത്യം തന്നെ. സ്കൂൾ അടയ്ക്കുമ്പോ എല്ലാ പിള്ളേരും വരുമോ? ഉറപ്പാണോ? എത്ര രൂപ ഒരാൾക്ക്? എത്ര രൂപ? 200 ആണെന്ന് തോന്നുന്നു. ചായ മൊത്തം കുടിച്ചോ? വെളിയിലോട്ട് ഇറങ്ങിയിട്ട് മറ്റേ ഞാൻ നേരത്തെ കാണിച്ചില്ല, അടുപ്പിൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കണമെന്നുണ്ട്. ഈ വെയിൽ തന്നെ അങ്ങോട്ട് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ എന്തായാലും വിറക് അടുപ്പ് കത്തിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. എന്തായാലും ഇന്ന് തന്നെ അത് സെറ്റ് ചെയ്ത് വെക്കണം. കാപ്പി ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. കാപ്പി ഉണ്ടാക്കണോ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക. മാവിരിപ്പുണ്ട്. ദോശ ഉണ്ടാക്കി തരട്ടെ? പിന്നെ വേണമെന്നൊന്നും പറയത്തില്ല. എല്ലാം വേണ്ട, നമ്മളായിട്ട് നിർബന്ധിച്ച് കുത്തിക്കയറ്റി തീറ്റിക്കണം. പഴം പുഴുങ്ങിയതും കഴിച്ച് ചായയും കുടിച്ചു.
പുട്ട് ചോദിച്ചുകൊണ്ട് പിന്നെ ഞാൻ പുട്ടിനെ ആക്കി വെച്ചിട്ട് നേരെ പിന്നെ വെളിയിലോട്ട് ഇറങ്ങി കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ തോന്നുമ്പോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ആ ഒരു മൂഡ് പോയി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ തോന്നത്തില്ല കേട്ടോ. അത് മാത്രമേ പിന്നെ അടുപ്പ് വാങ്ങിച്ചത് എന്തായാലും കത്തിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, അതിനെയും വെച്ചുകൊണ്ടിരിക്കണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ അത് തന്നെ സെറ്റ് ചെയ്താന്ന് വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങിയിട്ട് അവിടെ കുറച്ച് സാധനങ്ങളും കാര്യമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതിനെ എല്ലാം അങ്ങ് പറക്കി മാറ്റി കേട്ടോ. അപ്പോൾ ഇവിടെ വെക്കാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഞാനിപ്പോൾ ഈ സൈഡിൽ കുറച്ച് തൊണ്ടൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന അവിടെയാണെങ്കിൽ കല്ല് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ആയിരുന്നു ഞാനൊരു അടുപ്പുണ്ടാക്കി അവിടെ ആയിരുന്നു കത്തിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പം എനിക്ക് തുണി നനയ്ക്കുന്ന വെള്ളമൊക്കെ ഇങ്ങനെയാണ് ഒഴുകി പോകുന്നത്. ഞാൻ ഈ ഒരു നിൽക്കുന്ന സ്ഥലത്തൂടെ ആയിരിക്കും നമ്മൾ കുറച്ച് വെള്ളം ബക്കറ്റിൽ നിന്ന് ഇങ്ങനെ കമത്തി കളയുമ്പോൾ എല്ലാം ഒഴുകി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു തൊണ്ട് പറക്കി കളയുന്നുണ്ട് അവിടെയായിരുന്നു. അപ്പം വിറക് ഇങ്ങനെ ചിലപ്പം വെളിയിലോട്ടിരിക്കുകയാണെങ്കിൽ അറ്റമൊക്കെ ചിലപ്പം നനയാൻ സാധ്യതയൊക്കെ ഉണ്ട്. ഇവിടെ ആകുമ്പോൾ ഞാൻ ഇപ്പോൾ വെച്ചിരിക്കുന്ന കണ്ടോ, അവിടെ ആകുമ്പം വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം പെട്ടെന്നൊരു മഴ പെയ്താൽ തന്നെ നനയോ കാര്യമോ ഒന്നുമില്ല. വിറക് വെക്കാനും അതിനുള്ള സൗകര്യത്തിനാണ് ഞാൻ ഇഷ്ടികയും കൂടെ ഫ്രണ്ടിലെടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യണ്ട, അടുപ്പിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഇഷ്ടിക എടുത്ത് വെച്ച് നമ്മുടെ വിറകിനെ കുറച്ച് നീളത്തിലൊക്കെ വെക്കാൻ വേണമല്ലോ, അതിനാണ് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത് കേട്ടോ. അപ്പം പെട്ടെന്ന് മഴ പെയ്താലും നനയത്തില്ല. പിന്നെ അതേ ബാക്കി കുറച്ചേറെ തൊണ്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്കിപ്പോൾ തേങ്ങ ഉള്ളതുകൊണ്ട് കുറച്ച് തൊണ്ടുണ്ട്. അപ്പം തേങ്ങ ഇപ്പോൾ തീർന്നു കഴിയുമ്പം ഈ തൊണ്ടും തീരും കേട്ടോ. ഇനിയിപ്പോൾ തീ കത്തിക്കുമ്പോൾ വിറക് വെക്കുന്നതിൻ്റെ കൂടെ ഞാൻ ഓരോ തൊണ്ടും കൂടെ വെക്കും. അങ്ങനെ അതേ തൊണ്ടിനെ എല്ലാം അടുക്കി വെച്ച് ഒരു കുത്തബ്മിനാർ തന്നെ പണിതെടുത്ത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എല്ലാം അങ്ങ് തൂത്ത് വൃത്തിയാക്കി. നമ്മുടെ പൊങ്കാലയുടെ കലമാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം അകത്ത് കഴിഞ്ഞ വർഷത്തെ പൊങ്കാലയുടെ കലം ഒരെണ്ണം ഇപ്പോഴും അകത്തിരിപ്പുണ്ട്. ഇതിപ്പോൾ ബാക്കി 3 കലം ഞാൻ ഇങ്ങനെ കഴുകിയത് ഇവിടെ കമഴ്ത്തി വെച്ചിരിക്കുമായിരുന്നേ. അപ്പോൾ ഒരു അടുപ്പ് വെച്ചിട്ട് അതിൻ്റെ പുറത്തൊന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ, ആ അടുപ്പിൻ്റെ പുറത്തോട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ അടുപ്പെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നാളെ മുതൽ നമുക്ക് വിറകടുപ്പിലൊക്കെ കത്തിക്കണം. അപ്പോൾ ഒരു പാലുകാച്ചൽ വ്ളോഗ് അടുത്ത് തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബായ്.